ഹായ് മേജർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നാ മുടിഞ്ഞ ട്രാഫിക് എന്റെ അമ്മോ. എന്റെ പള്ളി ധാരപ്പ ദേ മൊത്തത്തിൽ ഇത്തിരി നരച്ചു കൊരച്ചു പോയാൽ എന്നാ നല്ല ചരക്കായിട്ട് ഇരിക്കല്ലേ എപ്പോഴും ചന്ദ്രൻ നായര് അല്ലേ മേജറെ? കഴുതേ കൊഞ്ചാതിരിക്കലവിടെ. ദേ 3/4 മണിക്കൂറായി നിന്നെ കാത്തിരിക്കുന്നു പറഞ്ഞ് മീശ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രേട്ടൻ. ഓ പിന്നെ ചന്ദ്രേട്ടനോ മീശ പിരിക്കാനോ? എന്നോടോ? അതെ, എലഞ്ഞിപ്പുഴ മാണിക്കത്ത് ശേഖരൻ നായർ ചന്ദ്രശേഖരൻ നായരെ മോന്ത വെപ്പിച്ചോണ്ടല്ലോ പ്ലച്ചേന്ന് വെച്ച കുത്തൂത്തി തരും ഞാൻ. ആ അതെ ചന്ദ്ര, കള്ള നായരെ ഒന്ന് കൂടണ്ടേ നമുക്ക്? മേജർക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തെ പാർട്ടിക്ക് മേജർ ഒരു 21 പെഗ് അടിച്ചിട്ട് കല്ല് പോലെ, ഞാൻ ഒരു 18, ചന്ദ്രേട്ടൻ 19. പക്ഷെ ഇത്തവണ ഞാൻ ഈ നായരെ ബിറ്റിയിലും കൊണ്ടല്ലോ എന്നെ ദിങ്ങനെ വിളിച്ചോ. ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ, യു ആർ ഇൻ എ മീറ്റിംഗ്. അയ്യോ സിറ്റ് ഡൗൺ. ഇരിയടാ അവിടെ. ഓക്കെ സോറി. സോ ചന്ദ്രേട്ടൻ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലെ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡിൽ ഇവന്റെ പേരുണ്ട്. വെറുതെ നാം കെ വാസ്തെ ഡയറക്ടർ. ഒരു തൊഴിലും ചെയ്യാതെ ശമ്പളവും പേർക്സും പ്രോഫിറ്റ് ഷെയറും വർഷാവർഷം ഈ കളർ ആസ്കലിന്റെ പേര് നമ്മുടെ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. അല്ല ചായ, അതേലൊന്നും കയറി കാലണ കൈകൊണ്ട് തൊട്ടിട്ടില്ലേ ഞാൻ. ബാങ്കിൽ എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല എനിക്ക്. അറിയത്തില്ലെങ്കിൽ അറിയണം. ഇനി മുതൽ ഓരോന്നും കിള്ളിക്കീറി അറിയാൻ പോവാണ് നീ. മേജർ ഷട്ട് അപ്പ്. ചന്ദ്രേട്ടൻ, മേക്ക് ഓൾ നെസസറി അറേഞ്ച്മെന്റ്സ്. ദാ ഒറ്റ വർഷം സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോവാണ്. അയ്യോ, രവി മാമൻ ഗ്രൂപ്പിലെ ഓരോ ഡിവിഷനിലും യു വിൽ വർക്ക്. എല്ലാ കമ്പനികളിലും ഡയറക്ടർ ആകുവാണ് നീ ഇന്ന് മുതൽ, വിത്ത് ഓൾ ഫെസിലിറ്റീസ് ബട്ട് ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ ചായ ഞാൻ ഐ സെഡ് ഷട്ട് അപ്പ്. ഇത്രയും കാലം നീ ഇങ്ങനെ തിണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് മതിയായി എനിക്ക്. ഗോൾഡ് മൈനയുടെ വെപ്പാട്ടിയുടെ ബോഡി ഗാർഡ്, ഏതോ 4ാം കട സ്ട്രിപ്റ്റീസ് ജോയിന്റിലെ ബൗൺസർ. ഇനഫ് വിത്ത് യുവർ ഡേർട്ടി ജോബ്. ഐ വിൽ ഗിവ് യു ജസ്റ്റ് 1 വീക്ക്. മിക്കവാറും അടുത്ത ആഴ്ച ഒരു യാത്രയുണ്ട് എനിക്ക്, എ ബിസിനസ് ടൂർ ടു ദ വെസ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ഓഫീസിൽ. 1 വർഷം കഴിഞ്ഞ് യു വിൽ ബി മെയ്ഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഓൾ ദ ഡിവിഷൻസ് ടുഗദർ. പിന്നെ ചന്ദ്രേട്ടാ, എന്റെ ആബ്സെൻസിൽ ചന്ദ്രേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അത് ഇവനും കൂടെ അറിഞ്ഞു വേണം, ഇവനോട് കൂടെ ആലോചിച്ച് വേണം. പോസിറ്റീവ്ലി അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. വാട്ട് യു മീൻ രവി? ചന്ദ്രേട്ടൻ എന്താ പെട്ടെന്നൊരു ഐ എം ഓൾ റൈറ്റ്. എന്തോ പെട്ടെന്ന് രവി ഒരു തീരുമാനം പറഞ്ഞപ്പോ ഐ ഗോട്ട് എ ഷോക്ക്. അറിയാലോ രവി, 100 കണക്കിന് കോടികൾ വന്നു മറിയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ ഭാരങ്ങളും ഈ കിരണനെ പോലെ ഒരു ന്യൂ കമ്മറുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാന്ന് പറയുമ്പോ ഇറ്റ്സ് സൂയിസൈഡൽ. കമ്പനി അത് താങ്ങില്ല. ഹീസ് ടു ഇമ്മച്ചുവർ ആൻഡ് ഹീസ് such an irresponsible fool. ചന്ദ്രേട്ടൻ പറഞ്ഞ ചായ ശരി. യാതൊരു മുൻപരിചയവും ഇല്ലാതെ, യാതൊരു അച്ചടക്കമില്ലാത്ത എന്നെ പോലൊരാളെ ഇത്രയും വലിയൊരു സ്ഥാപനം ഏൽപ്പിക്കാന്ന് വെച്ചാൽ സത്യം പറഞ്ഞത്. ഷട്ട് അപ്പ് യു ഫൂൾ. അച്ചടക്കം നിന്നെ പഠിപ്പിക്കാൻ എനിക്കറിയാം. പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പട്ടാളത്തില്. ഐ നോ ഹൗ ടു. ആൻഡ് ചന്ദ്രേട്ടൻ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിം. ഐ എം സോറി. ചന്ദ്രേട്ടൻ അറിയില്ല, തനിക്ക് കാഞ്ഞിരപ്പള്ളി സ്ലാങ് വിട്ട് വലിയ ഹാഷ് പൂഷ് ഒന്നും ആയില്ലെങ്കിലും പഴയൊരു ഡോൺ സ്കൂൾ പ്രോഡക്റ്റ് ആണ് പ്ലാന്റർ ഷെവലിയാർ ചെറിയാൻ പോത്തന്റെ ഈ ഒറ്റ മകൻ. നിങ്ങൾക്കറിയില്ല എന്റെ ഈ കള്ള കഴിവേറി ലെഫ്റ്റനന്റിന്റെ മെറ്റൽ. ഹീസ് എ തറോബ്രെഡ്. ഹീസ് ഫിറ്റ് ഫോർ ദ ജോബ്. ഒരുപക്ഷെ എനിക്കും ചന്ദ്രൻ നായർക്കും കഴിയാത്തത് ഇവന് കഴിഞ്ഞു വന്നു വരും. യെസ്, കൺഗ്രാറ്റുലേഷൻസ് യങ് മാൻ. വെൽക്കം ടു ദ ടോപ്പ്. സീ യു രവി. പിന്നെ ചന്ദ്രേട്ടാ, ഒന്ന് പറയാൻ വിട്ടു. ഇനി മുതൽ ചന്ദ്രേട്ടൻ സൈൻ ചെയ്യുന്ന ഓരോ ചെക്ക് ലീഫിലും ഇവനും ഒപ്പുവെച്ചിരിക്കണം. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ട്രസ്റ്റ് യു. ഉത്തരവാദിത്തങ്ങൾ തനിച്ചേക്കണ്ട, ഷെയർ ചെയ്ത് പഠിക്കട്ടെ ഇവനും. Yes, you are right. You have an appointment at Hyatt with Sir Arthur Williams. Yes. സായിപ്പിനോട് എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞു. But Ravi, go ahead. ഇതൊക്കെ നിനക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് ആണ്. ടേക്ക് ഇറ്റ്. ചായ പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എന്നെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കണം പ്ലീസ്. പറഞ്ഞല്ലോ, ദിസ് ഈസ് മൈ ഡിസിഷൻ. വേണമെങ്കിൽ നിനക്ക് ധിക്കരിക്കാം. ആൻഡ് യു ക്യാൻ ഗോ ബാക്ക്. എവിടേക്ക് വേണമെങ്കിലും നിനക്ക് തിരിച്ചു പോകാം. കാഞ്ഞിരപ്പള്ളിയിലേക്കോ വട്ടക്കാട്ടിലേക്കോ ജോഹന്നാസ്ബർഗിലേക്കോ എവിടേക്ക് വേണമെങ്കിലും. പക്ഷേ പിന്നീട് നമ്മൾ തമ്മിൽ കാണില്ല ജീവിതത്തിൽ ഒരിക്കലും. Come on, Lieutenant. You need a drink? I don't know. Then I need one. Come. Va. Cheers. അല്ല യൂസ്പേ, ഇതിപ്പോ എത്രാമത്തെ തവണയാണ് മേജർ ചേസ് പറയുന്നത്? അറിയാം. This is my 12th peg. നീ എണ്ണുന്നുണ്ടോ? അയ്യോ ഇല്ല. പിന്നെ നീയോ? ഏയ് ഇല്ലില്ല. Cheers മേജർ. Cheers.
പറടാ, എന്താ നിനക്കുന്നൊരു നനഞ്ഞ ചിയേഴ്സ്? എന്താ ഒരു തണുപ്പ്? വാട്ട് മേക്സ് യു സോ ഹേയ്, ഇല്ല മേജർ, ഐ എം പെർഫെക്റ്റ്. അത് ചുമ്മാ മേജർക്ക് വെറുതെ. നിർത്തടാ. എനിക്കറിയാം, ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചാലും എത്രയൊക്കെ സ്നേഹം വെച്ച് നീട്ടിയാലും ഒക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പോണം നിനക്ക്. അതാ നിന്റെ മനസ്സിലിരിപ്പ് അല്ലടാ? അയ്യോ മേജർ, പിന്നെ ഇച്ച അത് ലുക്ക്, ഐ എം എ ബിറ്റ് വെറിഡ് അബൌട്ട് ചന്ദ്രേട്ടൻ. ഓഹോ, വായ്. അത് പുള്ളിക്കാരൻ ഇന്നാകെ ഷാറ്റേഡ് ആയിട്ട് ഇറങ്ങിപ്പോയത് ഇച്ചായന്റെ ഓഫീസിൽ നിന്ന്. സോ വാട്ട്? അല്ലാതെ ഇച്ചായനും ചന്ദ്രേട്ടനുമായിട്ടുള്ള പഴയ ബന്ധങ്ങളൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ എന്റെ വരവേണ്ടൊരു. Shut up, you fool. പഴയൊന്നും നീ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എനിക്ക്. പഴയൊന്നും മറക്കാറില്ല. മറന്ന ശീലമില്ല രവി മാമന്. പണ്ട് ബാംഗ്ലൂരിൽ ഒരു 6 മാസത്തെ വിചാരണ തടവും കഴിഞ്ഞ് ശിക്ഷയില്ലാതെ ജയിലിൽ നിന്നിറങ്ങി നിന്നെ അന്വേഷിച്ച് ബോംബെയിലെത്തി നേരെ ചെന്ന് പെട്ടത് ഒരു പഴയ ശത്രുവിന്റെ മുന്നിലാണ് ഞാൻ. പക തീർക്കാൻ അവസരം കാത്തു നിൽക്കുന്ന ഒരു പഴയ ശത്രു, പഴയ കേന്ദ്രമന്ത്രി KJ നായർ. മറാഠ പോലീസിലെ പ്രമാണിമാരുടെ പിൻബലത്തിൽ കെണിവെച്ച് വളഞ്ഞു പിടിച്ച് വെട്ടിയും കുത്തിയും ജീവൻ ബാക്കിയുണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അന്നെന്നെ കെട്ടിയെടുത്ത് പുറംകടലിൽ എറിഞ്ഞു കളഞ്ഞു നായരുടെ ആൾക്കാര്. ഒടുവിൽ ആരാ എന്താണെന്നറിയാതെ കടലിൽ ഒഴുകി നടന്ന ജീവച്ഛവത്തിനെ രക്ഷിച്ചെടുത്ത് സ്മഗ്ലിംഗ് ലോഞ്ചിൽ ഈ കര അടുപ്പിച്ചത് ദൈവത്തിന്റെ രൂപത്തിൽ അവതരിച്ച ചന്ദൻ ബാപ്പ. ബോധവും ആരോഗ്യം വീണ്ടു കിട്ടി പകരം വീട്ടാനുള്ള പുറപ്പാട് കണ്ടപ്പോ പാവം പറക്കമുറ്റാത്ത എന്റെ ആലീസ് മോള് ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളായി പോകും, തനിച്ചായി പോകുമെന്ന് ഭയപ്പെടുത്തി ഇവിടെ തന്നെ നിർബന്ധമായി പിടിച്ചു നിർത്തിയ സ്വാമിനാഥൻ സാർ, പോർട്ടിലെ കുഞ്ഞാപ്പുട്ടിക്ക, ഇവിടെ വന്നുപെട്ട കാലം മുതൽ നിഴൽ പോലെ കൂടെയുള്ള ഇവൻ ഈ യൂസഫ്, പിന്നെ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ ഒരുപെട്ട നീയെ, ഒരാളെയും മറക്കാൻ പറ്റില്ലടാ. ഒന്നും മറക്കാൻ പറ്റില്ല രവിക്ക്. ഒക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിന് ഞാൻ പച്ച പിടിക്കുന്ന കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഒരു കാര്യസ്ഥനെ പോലെ വന്ന് കയറിയ ആളാ ചന്ദ്രേട്ടൻ. ഒരിക്കലും എന്റെ ജഡ്ജ്മെന്റുകൾക്ക് വഴങ്ങി തന്നിട്ടില്ലാത്ത മനുഷ്യൻ, ഒരുപാട് മോഹങ്ങൾ ഇനിയും ബാക്കിയുള്ള മനസ്സ്. പക്ഷേ നിന്നെ ഇവനെയൊക്കെ പോലെ തന്നെ ഇഷ്ടമായി എനിക്ക് ചന്ദ്രേട്ടനെയും. ദാറ്റ്സ് വൈ ഐ ട്രസ്റ്റ് ഹിം, ദാറ്റ്സ് വൈ ഹി ഈസ് സ്റ്റിൽ വിത്ത് മീ. എല്ലാത്തിന്റെയും തലപ്പത്തൊരു വാശിരി നിന്നെ ഇങ്ങനെ പിടിച്ചെടുത്തുമ്പോൾ അത് ചന്ദ്രേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതണ്ട നീ. ഹീൽ ബി വിത്ത് അസ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ് മുഴുവനായും ചന്ദ്രേട്ടനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്റെ തീരുമാനം. കോടികളുടെ ആസ്തിയും ലാഭമൊക്കെ എനിക്ക് ചന്ദ്രേട്ടന് തനിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ട നീ. സമയാവട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി. ആ പിന്നെ പോർട്ടിലെ ബിസിനസ് മുഴുവൻ നിനക്ക്. എന്റെ പേരിലുള്ളതെല്ലാം ഇനി മുതൽ തനിച്ച് നോക്കിയെടുത്ത് നടത്തിക്കൊള്ളാം നീ. എന്താ പറ്റില്ല നിനക്ക്? ഇച്ചായ ഞാൻ കരയാതെ കഴുതേ. ആ പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ തുല്യമായിട്ട് നിന്റെ ആലീസിന്റെയും പേരില്, അമ്മുവിന്റെയും വരമുദ്രയിലെ കുട്ടികളുടെയും പേരില് ഒക്കെ നിങ്ങളെ ഏൽപ്പിച്ചു തരാനാ എന്റെ തീരുമാനം. അല്ല മേജർ, എല്ലാം കൂടെ ഇങ്ങനെ വീതിച്ചെഴുതിയിട്ട്? ഏയ്, ഭാരങ്ങളെ താങ്ങാൻ മനസ്സും ആരോഗ്യം ഉള്ളപ്പോ തന്നെ എല്ലാം ഇറക്കി വെക്കുന്നതിന് സുഖമില്ലടാ. അത് മതി മേജർക്ക്. ദാറ്റ്സ് വെൽത്ത് ഇനഫ് ഫോർ മീ. മതിടാ. മണി ക്യാൻ മേക്ക് വൺ ഗെറ്റ് ഫെഡ് അപ്പ് അറ്റ് ടൈംസ്. പക്ഷേ പണമേ മടുത്തിട്ടുള്ള രവിക്ക് ജീവിതം ഇങ്ങോട്ട് വേട്ടയാടുമ്പോ തിരിച്ചു വേട്ടയാടാനുള്ള ഒരു ബേസിക് ഇൻസ്റ്റിങ് ഇല്ലടാ. അത് നഷ്ടമായിട്ടില്ല നിന്റെ ചൈന. പറഞ്ഞില്ലേ, KG നായർ, കിഷൻ ഭട്ട, വിക്ടർ സെബാസ്റ്റ്യൻ, പഴയതും പുതിയതുമായ ശത്രുക്കൾ. രവി മാമനെ തകർക്കാൻ അവരെല്ലാം ഒരുമിച്ചായിപ്പോ. ആൻഡ് ദേ വിൽ കീപ് മീ ബിസി. 12 വർഷം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഇനി തോറ്റു കൊടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് മൈ ഡിസിഷൻ. ഏയ്, പേടിക്കാതടാ. ഇനി ഒരു ഏറ്റുമുട്ടലൂടെ വേണ്ടി വന്നാൽ I don't want to risk anything more. എന്റെ സൂസന്നിയെ നഷ്ടപ്പെടുത്തിയതുപോലെ ഇനി ഒരാളെ കൂടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. And that includes you. പറടാ, എന്താ ആലീസും നീ തമ്മില്? അല്ല അത് നിന്റെ പേര് പറയുമ്പോഴും നിന്നെ കാണുമ്പോഴും ഒക്കെ അവളുടെ കണ്ണ് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നീ അതിന് സമ്മതിച്ചു കൊടുക്കുന്നതും കാണാറുണ്ട്. അറിഞ്ഞൂടെ നിനക്ക്? അയ്യോ ചായ, അല്ല, നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ഹർ. പറഞ്ഞു കൊടുത്താൽ മതി, അവൾക്ക് മനസ്സിലായിക്കോളും. അല്ല അത് പിന്നെ ആലീസിനും കൂടെ ഇഷ്ടമായ സ്ഥിതിക്ക്. അങ്ങനെ അവൾക്ക് നിനക്ക് ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് അപ് ടു ബോത്ത് ഓഫ് യു. നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. പിന്നെ നിന്റെ ഈ കയ്യിലിരിപ്പിനെ നിന്റെ തടി നീ സൂക്ഷിച്ചോളാം. എന്റെ പെങ്ങളവള്. എന്റെ പള്ളി. അത് പേടിച്ച് രാജ്യം വിടാനും നിൽക്കേണ്ടത് ഏട്ടല്ലോ.
Get me my drink. Cheers. Cheers. Cheers.